ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്, സെൽഫ് ഇടയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. ബാറ്ററി പുതിയ ബാറ്ററിയാണ്. അപ്പോൾ പുതിയ ബാറ്ററിയാണ് വെച്ചേക്കണേ. സെൽഫിൻ്റെ പ്രോബ്ലം പറയുന്നുണ്ട്. നമ്മളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി പുതിയ ബാറ്ററി ഉണ്ട്. 2023 അതും ഇരിക്കുന്ന മോഡൽ വർഷം. അത് പുതിയ ബാറ്ററിയുടെ ഇയറാണ് അത് കൊടുത്തത് കേട്ടോ. 2023 ലാസ്റ്റ് ഇയർ ഇട്ടാണ്. ബാറ്ററി നമ്പർ ആയിരുന്നത് 17410 ലാസ്റ്റ് അവസാനം വന്ന ബാറ്ററി നമ്പർ. പക്ഷേ അതിനകത്തുണ്ടല്ലോ നിലവിലുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ മാസ്റ്റർ എഡ്ജ് വണ്ടിക്ക് ബാറ്ററി വന്നത് 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. ഇതുമ്മേ ഇരിക്കുന്നത് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ 1 ആമ്പിയർ ഓൾറെഡി കുറവാണ് വണ്ടിക്ക്. അതായത് 5 ആമ്പിയർ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് സെൽഫ് മോട്ടർ അതിനോട് മാച്ച് ആവുന്ന ലോഡ് എടുക്കുന്ന ടൈപ്പ് സെൽഫ് മോട്ടറാണ് നമുക്ക് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ 1 ആമ്പിയർ കുറയുമ്പോൾ തന്നെ ബാറ്ററി ഓവർലോഡ് എടുക്കും. സെൽഫ് എടുക്കുമ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റിക്ക് മുകളിലാണ് അതിൻ്റെ വോൾട്ട് എടുക്കുക. അതൊന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമ്മേ വന്ന ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഹാലജൻ ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. അത്യാവശ്യം പവർ എടുക്കുന്ന ടൈപ്പാണ്. ഡൈനാമോന്ന് ത്രൂ ഔട്ട് ലൈൻ തെളിയുന്ന കണ്ടീഷനിലുള്ളതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ആ ഘടന വന്നേക്കുന്നത്. പാർക്ക് വന്നത് ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നാണ്. അത് വണ്ടി താക്കോൽ ഓണാക്കുമ്പോൾ തന്നെ പാർക്ക് ലൈറ്റ് തെളിയും. അത് കഴിഞ്ഞ് എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റാർട്ടിങ്ങിലാണ് ഹെഡ്ലൈറ്റ് തെളിയുള്ളൂ. അങ്ങനെയാണ് തെളിയാൻ പാടുള്ളൂ. പക്ഷെ അവിടെ ഇതുമ്പോൾ ചെയ്ത് വെച്ചാണ് വേറൊരു കേസ് എന്ന് വെച്ചാൽ, ഒന്ന് ത്രൂ ഔട്ട് റിലേ കൊടുത്തിട്ട് ബാറ്ററിയിൽ നിന്ന് ത്രൂ ഔട്ട് റിലേ കൊടുത്തിട്ട് ഓൾറെഡി ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വണ്ടി സ്റ്റാർട്ടിങ് ഒന്നും അല്ല എങ്കിൽ പോലും താക്കോൽ ഇപ്പോൾ നമ്മൾ ഓണാക്കി, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് അല്ല, താക്കോൽ ഓണാക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടാകാതെ തന്നെ ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൾറെഡി നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ആ ഹാലജൻ ലൈറ്റ് തെളിയാം. ആ ഹാലജൻ തെളിയുമ്പോൾ തന്നെ ഓൾറെഡി ബാറ്ററി ചാർജ് താഴേക്ക് പോകണമെങ്കിക്കോട്ടോ. നമ്മൾ സാധാരണയിൽ കവിത ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫാണ്. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഡൗൺ ആയി പോവാം. അത് നിലവിൽ ഒന്നാമത് ആ 1 ആമ്പിയർ കുറവ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഹാലജൻ ബൾബ് ഫുൾ ടൈം തെളിയിക്കാനുള്ള പവർ നമ്മൾ ഓൾറെഡി ബാറ്ററിക്ക് ചെയ്യാം. കാരണം അതിനകത്ത് നിന്ന് എടുക്കുന്ന ആ വോൾട്ട് അത്രയും വണ്ടിമേന്ന് ടോപ്പപ്പായിട്ട് കയറില്ല. അതാണ് ശരിക്കും അതിൻ്റെ റിയലായിട്ടുള്ള പ്രോബ്ലം. അതാണ് പ്രത്യക്ഷത്തിൽ വേറൊന്നും കാണുന്നില്ല. അപ്പോൾ നിലവിൽ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്യുക. അതിന് ശേഷം ഈ ഹെഡ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഹെഡ്ലൈറ്റിൻ്റെ അത് നൈറ്റ് ഉപയോഗിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. കാരണം അതല്ലെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ത്രൂ ഔട്ട് സാധാരണ രീതിയിൽ ഡൈനാമോന്ന് ആക്കണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്തായാലും പുതിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും 1 ആമ്പിയർ കുറവാണ്. ചെറിയ ബാറ്ററി അത്. സാധാരണ ഇതിന് 5 ആമ്പിയർ ബാറ്ററി ഒരൽപ്പം കൂടി വലിപ്പം കാര്യങ്ങൾ വരും. അപ്പോൾ നിലവിൽ അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ. വോൾട്ട് നോക്കുമ്പോൾ 1120 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് കിട്ടാൻ കുറഞ്ഞു പോയതാണ്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണേ. ഇത് പോയ ബാറ്ററി ആയിട്ട് ഇവിടെ വരും. ഇതിപ്പോൾ ലോ ആയിട്ട് തെളിയുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചിരുന്നു. ഇതിപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് ഇപ്പോൾ ലോ ആയിട്ട് വന്നേക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് കയറി വരും ബാറ്ററിയുടെ കേസിൽ. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കേസും കൂടി അത് ഡിസ്കണക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലാതെ വണ്ടിക്ക് വേറെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉള്ളതായിട്ട് കാഴ്ചയിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നാളെ ബാറ്ററി കൂടി ഒന്ന് ഫുൾ ചാർജ് ആക്കിയതിന് ശേഷം നാളെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നാളെ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിലേക്ക് കൊടുത്തേക്കുന്ന കണക്ഷനാണ് അതിൻ്റെ ഒരു വില്ലനെങ്കിൽ ബാറ്ററി ആമ്പിയർ കുറഞ്ഞത് വെച്ചേക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. അത് രണ്ടും കൂടി വന്നപ്പോഴാണ് ഈ പ്രശ്നം കാണിക്കുന്നത് മൊത്തം കേട്ടോ. അപ്പോൾ എന്തായാലും ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യുക, പരമാവധി ഓടിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് മാറ്റിയിട്ട് 5 ഇനി വെക്കണ സമയത്ത് 5 ആമ്പിയറിൻ്റെ വയ്ക്കുക. അതാണ് ചെയ്യാൻ പറ്റുക. എന്തായാലും ബാറ്ററി മാക്സിമം ലൈഫ് കിട്ടുമെന്നില്ല, അതിനിടയിൽ പോവും എന്തായാലും കേട്ടോ.